അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ഈ ഇടയ്ക്കൊരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കന്ന് ശരിക്കും മൈത്രേൻ വീഡിയോസ് ഇടുന്ന സമയമായിരുന്നു. കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു പീരിയഡില്. അപ്പൊ ആ മൈത്രേന്റെ വീഡിയോ കണ്ടിട്ടാണ് ശരിക്കും എനിക്ക് അതിനൊരു ക്ലാരിറ്റി ഉണ്ടായത്. ഒരു ഒരു ഫംഗ്ഷനിൽ ഒരു പയ്യൻ, ഒരു 10, 24 വയസ്സുള്ള ഒരു പയ്യൻ വന്ന് എന്നോട് ചോദിച്ചു. ഒരു സെലിബ്രിറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു. നമ്മള് ഒരു വ്യക്തിയെ നമ്മൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയാൽ, അവരുമായിട്ട് ഒരു സെക്സിൽ ഏർപ്പെടണം എന്ന് തോന്നിയാൽ, നമ്മൾ അവരോട് നേരിട്ട് നടന്ന് അവരോട് ചോദിച്ചുകൂടെ? അതിലെന്താണ് തെറ്റ്? അത് മാന്യമായ രീതിയിൽ നമ്മൾ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ആ പയ്യൻ വന്ന് എന്നോട് ചോദിച്ചായിരുന്നു. മാം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അതിലെന്താ പ്രോബ്ലംസ്? അപ്പം ഞാനും ഇരുന്ന് ആലോചിച്ചു. ഇതിലെന്തോ പ്രശ്നമുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം? എനിക്കിന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു വ്യക്തി എന്നോട് വന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ വളരെ വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് അതിൽ തെറ്റുണ്ട് എന്നൊരു ലോജിക്കൽ എനിക്ക് ഉത്തരം നൽകാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ മൈത്രേന്റെ വീഡിയോ കണ്ടത്. ആ വീഡിയോയിൽ വളരെ ഇലാബറേറ്റ് ആയിട്ട് മൈത്രേൻ അതിലെ പ്രശ്നം എന്താണെന്ന് പറയുന്നുണ്ട്. അതിൽ കോൺസെന്റ് ഉണ്ട്. ആ ആ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മുടെ നമ്മുടെ ഈ എറണാകുളത്ത് തന്നെ ഒരു പെൺകുട്ടി ഒരു ലിഫ്റ്റ് കൊടുത്തിട്ട് ഒരു പയ്യൻ അവളുടെ മാറിൽ സ്പർശിച്ചോട്ടെ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അവൻ കേട്ടിട്ടുണ്ട് ചോദിക്കേണ്ടതുണ്ടെന്ന്, കൺസെന്റ് എന്ന്. കൺസെന്റ് വേണം എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ കൺസെന്റ് ആയി എന്നാണ്. കൺസെന്റ് കിട്ടിയെന്ന് മാത്രമല്ല, ചോദിച്ച് എൻ്റെ വശം കഴിഞ്ഞു എന്നുള്ള. പക്ഷെ ചോദിക്കുക എന്ന് പറയുന്നത് ആരോടെന്നുള്ള ചോദ്യം ഒരിക്കലും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. ലൈംഗിക തൊഴിലാളികളായ ഒരു സ്ത്രീയോട് ഞാൻ വിൽക്കാൻ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. വിൽക്കപ്പെടാനായിട്ട് നിൽക്കുന്ന ഒരാളോട് അങ്ങനെ ചോദിച്ചുകൂടാ. നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ മുൻവശത്ത് സെയിൽ എന്ന് എഴുതി വെച്ചാൽ അവിടെ പോയിട്ട് ഈ വീടിന് എന്ത് വിലയെന്ന് ചോദിക്കുക. അല്ലാതെ നമ്മളെ കാണുന്ന പെര, ഒരു വീട്ടിലെ ആളുകൾ താമസിച്ചിരിക്കുന്ന പെരയ്ക്ക് ഇതിന് എത്ര വിലയുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുമോ? അതാണ് എൻ്റെ തരം. കാരണം അത് സെയിലിനുള്ളതല്ല. അവിടെയാണ് ആളുകൾ പരസ്പരം അറിഞ്ഞ് പരസ്പര സമ്മതമുള്ള മനുഷ്യർ തമ്മിൽ ചോദിക്കേണ്ട ചോദ്യമാണത്. സമ്മതം ഉള്ളവരുടെ ഇടയിലുള്ള ചോദ്യമാണ്. പക്ഷെ സമ്മതം ആണല്ലോ ചോദിക്കുന്നത്. സമ്മതം ചോദിക്കാൻ അതിന് പരിചയമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് വരുന്ന കാറെല്ലാം വില, ഇതിനെന്താ വില, വിൽക്കുമോ എന്ന് ചോദിക്കുമോ? അത് അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടില്ല. ഐ ആം പ്ലേയിങ് ദി ഡെവിൾസ് അഡ്വക്കേറ്റ് ഹിയർ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അവിടെ സമ്മതമാണല്ലോ ഒന്ന് ചോദിക്കുന്നത്. അല്ല, സമ്മതമല്ലത്. അത് സമ്മതമല്ല. അത് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അവരോട് പെരുമാറാൻ ഉള്ള അവകാശം ഉള്ളതുപോലെ നിങ്ങളത് പറയുന്നത്. അത് സമ്മതം ഉണ്ടായിട്ടില്ല. സമ്മതം ചോദിക്കണമെന്നുണ്ടെങ്കിൽ പരിചയങ്ങൾ വേണം, പരസ്പരം അറിയണം. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇൻഫോംഡ് കൺസെന്റ് എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. കൺസെന്റ് ചോദിക്കാൻ ഇൻഫർമേഷൻ വേണം. ഇത് വെച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് ഇഷ്ടമായത് കാരണം കൊണ്ട് നിങ്ങൾ ആയിട്ട് എനിക്ക് ബന്ധം ഉണ്ടാക്കണമെന്ന് ചോദിക്കാൻ അവകാശമില്ല. ആ അവകാശമില്ല. റോഡിൽ ഇപ്പം ഒരു ഡോക്ടർ രോഗി കടന്നു വരുമ്പോഴാണ് സമ്മതം ചോദിക്കുന്നത്, ഓപ്പറേറ്റ് ചെയ്യട്ടെ എന്ന്. അപ്പോഴാണ് അവിടെ കൺസെന്റിന് ഒപ്പിടുന്നത്. ഈ ഇൻഫോംഡിനകത്തൊരു നോൺ വെർബൽ ക്യൂസും കമ്മ്യൂണിക്കേഷനും. അതാണ് നോൺ വെർബൽ എന്ന് പറയുന്നത്, ആണ് പരിചയം എന്ന് നമ്മൾ പറയുന്നത്. പരസ്പരം പരിചയപ്പെട്ട് രണ്ടുപേര് തമ്മിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കാം എന്ന് വരുമ്പോഴാണ് ആ ചോദ്യം ശരിയാകുന്നത്. അതില്ലാതില്ല. നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ള അർത്ഥം പോലും വരുന്നത് അത്തരത്തിലുള്ള സന്ദർഭം ഉണ്ടാകുമ്പോഴാണ്. റിക്വസ്റ്റാണ് ആദ്യം വെക്കുന്നത്. കൺസെന്റ് ചോദിക്കാനായിട്ട് ആദ്യം ഒരിക്കലും പറ്റത്തില്ല. ടിക്കറ്റ് എടുത്ത് കയറുന്ന ബസ്സാണെന്നുണ്ട് കാണുമ്പോഴാണ് നമുക്ക് അതിനകത്ത് കയറിയിട്ട് അത് പറയാനൊക്കത്തുള്ളൂ. ടാക്സിയിൽ കയറിയിട്ടാണ് വണ്ടി വിടാനായിട്ട് ആവശ്യപ്പെടാനൊക്കത്തുള്ളൂ. വഴിയെ പോകുന്ന ഒരു വണ്ടിക്കകത്ത് കയറിയിട്ട് കാശ് തരാമെന്ന് ചോദിക്കാൻ, ഞാൻ പണം തരാമെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു പോയിന്റ് ആരംഭിച്ചിട്ടില്ല. നമുക്ക് റോഡിൻ്റെ സൈഡിൽ നിൽക്കുമ്പം ലിഫ്റ്റ് തരാമോ എന്ന് ചോദിക്കുന്ന കൈയുണ്ട്, അത് കാണിക്കാം. അല്ലാതെ വേറെ ഒന്നും പറയാനൊക്കത്തില്ല. അത് റിക്വസ്റ്റാണ്. അത് നിസ്സഹായനായി നിൽക്കുന്ന സമയത്ത് കാണിക്കുന്നതാണ്. കൈ നീട്ടുന്ന ഒരു എന്താണ്, യാചകന്റെ പോയിന്റാണ്. മറ്റേതങ്ങനല്ല. നമ്മളൊരു കടയിൽ കയറുന്നു, അവിടെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുന്ന അത് ഓൾറെഡി ആ സെറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞിട്ട്
അല്ലാതെ ഒരു വീട്ടിനകത്ത് കയറിയിട്ട് ഈ അവരുടെ സാധനം എടുത്തു തരുമോ? ഇത് ഞാൻ വിക്കറ്റ് വിലയ്ക്ക് തരുന്നോ എന്ന് ചോദിച്ചാൽ വളരെ വലിയ ഒഫൻസാണത്. ആ ഒഫൻസാണ് ഈ തരത്തിലുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൺസെൻ്റ് ആയെന്ന് തെറ്റിദ്ധരിക്കുക. എനിക്ക് ചോദിക്കാൻ അവകാശമില്ല. ചോദിക്കാൻ അവകാശം ഉണ്ടാകണമെങ്കിൽ മറ്റേയാളെ അതിനുവേണ്ടി റെഡിയായി നിൽക്കുന്ന ജംഗ്ഷനിൽ മാത്രമാണത്. അതാണ് പരിചയങ്ങളുടെ ലോകങ്ങളുണ്ടാകുന്നത്. ഒരാളെ പരിചയപ്പെടാനായിട്ട് നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ അച്ഛൻ എന്താണ്, അത് ഇനി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന്, അങ്ങനെയല്ല പരിചയം. അതിന് ഒരുങ്ങുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സാണ്.